അപ്പോൾ മുതൽ കേൾക്കുന്ന മുദ്രാവാക്യമാണ് ദേക്കോ ദേക്കോ കോനായ, എന്താണ്, ഷെയറായ, അല്ലേ, സിംഹം വരുന്നു, പുലി വരുന്നു, കടുവ വരുന്നു എന്നൊക്കെ വലിയ ആവേശഭരിതരായ ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യം. ഇന്ന് രാത്രി ഡൽഹിയിലെ ആപ്പിന് ഉറക്കമില്ലാത്ത ആഘോഷരാത്രിയാണ്. നിതിൻ, ആഷ്മി, അത്തരത്തിൽ തന്നെയാണ്. കാരണം മാർച്ച് 21-നാണ് ഈ വസതിക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ ഈ വസതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഡൽഹി കണ്ടത് പിന്നെ സമാനാർത്ഥങ്ങളില്ലാത്ത പ്രതിഷേധമായിരുന്നു. പക്ഷേ ഇന്നത്തേത് ആം ആദ്മിയുടെ ദിവസമാണ്. അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം ലഭിച്ച് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നു. അല്പസമയത്തിനകം സിവിൽ ലൈൻസിലെ ഈ വസതിയിലേക്ക് എത്തും. ജയിലിന്റെ പൂട്ടുകൾ തകർത്തു, കെജ്രിവാൾ ജി മോചിതനായി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രവർത്തകർ ഒന്നടങ്കം വരവേറ്റത്. തിഹാർ ജയിലിൽ നിന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഈ യാത്ര ഇപ്പോൾ വലിയ ആവേശത്തോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തോടുകൂടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം ഈ വസതിയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ ഒന്നടങ്കം ആവേശമുണ്ടാകും. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പൂക്കൾ കൊണ്ട് ഈ വസതി അലങ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ ഇപ്പോൾ അവരുടെ അമരക്കാരനെ ജയിലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ വരവിനെ അവർ ആഘോഷിക്കുകയാണ്. എന്തായാലും ഇനി കെജ്രിവാളിന്റെ വാക്കുകൾ സ്വാഭാവികമായിട്ടും ഏവരും കാതോർക്കും. നമുക്കറിയാം, മദ്യനയ അഴിമതി കേസിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലടക്കം തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇഡിയുടെ എല്ലാം തന്നെ എതിർപ്പ് മറികടന്നാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുമ്പോൾ എന്താകും അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം, എന്താകും അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിന് ഉന്നയിക്കുന്ന വിമർശനം എന്നിവയെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇന്നത്തെ ദിവസം പ്രവർത്തകർക്ക് ആവേശത്തിൻ്റെതാണ്. സഞ്ജയ് സിംഗ് വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഡൽഹിയിൽ അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഓഫീസിലും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നഗരത്തിലുടനീളം വലിയ ആവേശത്തോടെ തന്നെ പ്രവർത്തകർ തെരുവിലിറങ്ങിയിരുന്നു. സമാനമായ നിലയിൽ തന്നെയാണ് തിഹാർ ജയിലിൽ നിന്ന് സിവിൽ ലൈൻസിലേക്കുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വരവിനെ അക്ഷരാർത്ഥത്തിൽ റോഡ് ഷോ ആക്കി തന്നെയാണ് പ്രവർത്തകർ ആവേശത്തോടെ തന്നെ സ്വീകരിക്കുന്നത്. എന്തായാലും സിവിൽ ലൈൻസിന്റെ വസതിക്ക് മുന്നിൽ പോലീസിന്റെ എല്ലാം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം മനസ്സിലാക്കുന്ന പ്രകാരം ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഈ വസതിയിലേക്ക് എത്തും. നമുക്കറിയാം, സഞ്ജയ് സിംഗ് നേരത്തെ ജയിൽ മോചിതനായിരുന്നു. ഇപ്പോൾ സഞ്ജയ് സിംഗ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന്റെ ഭാര്യയും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലുണ്ട്. നാളെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാളിന് വമ്പിച്ച സ്വീകരണം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ഇനിയുള്ള ദിവസത്തെ നീക്കങ്ങൾ എങ്ങനെയാകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം ഈ വസതിയിലെത്തിയ ശേഷം എന്തായാലും അല്പസമയത്തിന് അരവിന്ദ് കെജ്രിവാൾ വസതിയിലേക്ക് അപ്പോൾ ഒരിക്കൽ കൂടി ഇതിലേക്ക് വരാം എന്ന് ഞാൻ കരുതുകയും